ഫ്രണ്ട്സ്, എല്ലാവർക്കും മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇറ്റ്സ് മീ അഖിൽ സതീഷ് ആൻഡ് വെൽക്കം ടു അഖിൽ സതീഷ് വേൾഡ്. മക്കളെ, ഈ വർഷത്ത് നടക്കുന്നത് എല്ലാം വളരെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്കും ഇനി അങ്ങോട്ട് ഉണ്ടാകാൻ പോകുന്നതും പോസിറ്റീവായിട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് വീഡിയോയിലേക്ക് കടക്കുകയാണ്. വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ക്രിസ്ത്യാനോ റൊണാൾഡോ കപ്പടിച്ചു, കോഹ്ലി കപ്പടിച്ചു, ഇതാ പുതിയ പുതിയ താരോദയങ്ങൾ വരികയാണ്. അപ്പോൾ +1 വിദ്യാർത്ഥികൾ +1 ഇമ്പ്രൂവ്മെൻറ്റിനും വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്ന +1 റിസൾട്ട് കഴിഞ്ഞ് ഇപ്പോൾ +2 എത്തിയിരിക്കുന്ന വിദ്യാർത്ഥികളെയാണ് ഞാൻ ഇത്തരത്തിൽ അഭിസംബോധന ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളെ സംബന്ധിച്ച് ഇനി അങ്ങോട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വളരെ ഇമ്പോർട്ടൻ്റ് എന്ന് വെച്ചാൽ നിങ്ങൾക്ക് പലർക്കും ഇമ്പ്രൂവ്മെൻറ്റ് പരീക്ഷയെക്കുറിച്ചുള്ള അപ്ഡേറ്റുകൾ അതെന്തായാലും നമ്മൾ പറഞ്ഞ പോലെ മാർച്ചിലേ ഉണ്ടായുള്ളൂ. കഴിഞ്ഞ വർഷം മുതൽ ആ ഒരു സിസ്റ്റം വന്നു കഴിഞ്ഞിരിക്കുന്നു. പക്ഷേ വളരെ എഫക്റ്റീവായിട്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോകാനുള്ള ഒരു സാഹചര്യമാണ് നിലവിൽ വന്നിരിക്കുന്നത്. 2 പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട്. വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. ഒന്നാമത്തെ കാര്യം, നിങ്ങൾക്ക് +1 എത്ര മാർക്ക് കിട്ടിയാലും, എത്ര കുറഞ്ഞ മാർക്ക് കിട്ടിയാലും, എത്ര കൂടുതൽ മാർക്ക് കിട്ടിയാലും അത് തിരിച്ച് സംഭവിക്കാനുള്ള സാധ്യത +2 അപ്പോൾ രണ്ടിൻ്റെയും ക്യുമുലേറ്റീവ് മാർക്കാണ് നിങ്ങളുടെ ഹയർ സെക്കൻഡറി മാർക്കായിട്ട് വരുന്നത്. അത് നമ്മൾ ഓൾറെഡി കൺവേ ചെയ്തിട്ടുള്ള കാര്യമാണ്. പക്ഷേ നിങ്ങൾക്ക് എങ്ങനെ ഈ ഒരു സമയത്ത് വളരെ എഫക്റ്റീവായിട്ട് നിങ്ങൾക്ക് യൂട്ടിലൈസ് ചെയ്യാമെന്ന് പറഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കുക, 520 മാർക്കിനാണ് +1 റിസൾട്ട് വന്നത്, നിങ്ങൾക്കറിയാലോ. പക്ഷേ +2 വരാൻ പോകുന്നത് അങ്ങനെയല്ല, അതിനേക്കാളും കൂടിയ മാർക്കാണ്. നമ്മൾ കറക്റ്റ് പറയുകയാണെങ്കിൽ 680 മാർക്കാണ്. അപ്പോൾ രണ്ടും കൂടി ചേർത്തിട്ടാണ് 1200 വരുന്നത്. ഈ 680 മാർക്കിൽ തന്നെ ഏകദേശം പ്രാക്ടിക്കൽ പരീക്ഷയുണ്ട്. പ്രാക്ടിക്കൽ പരീക്ഷ 3 സയൻസ് വിഷയങ്ങൾക്കുള്ള പ്രാക്ടിക്കൽ പരീക്ഷയുണ്ട്. ഫിസിക്സ്, കെമിസ്ട്രി. ഞാൻ പ്രത്യേകിച്ച് പറയുന്നത് ഈ സയൻസ് വിദ്യാർത്ഥികളെ കാര്യമാണ്. അപ്പോൾ ഈ ഒരു പ്രാക്ടിക്കൽ പരീക്ഷയിൽ നിങ്ങൾക്ക് മാർക്ക് കിട്ടാനുള്ള പ്രോബിലിറ്റി വളരെ കൂടുതലാണ്. നിങ്ങൾക്ക് കഴിഞ്ഞ വർഷം തന്നെ നിങ്ങളുടെ സ്കൂളിൽ പഠിച്ച, നിങ്ങൾക്ക് ഒരു ഇപ്പോൾ ഡിഗ്രി അഡ്മിഷന് വേണ്ടി കാത്തിരിക്കുന്ന നിങ്ങളുടെ സീനിയേഴ്സിനോട് ചോദിച്ചാൽ തന്നെ മനസ്സിലാകും. നമ്മൾ എഴുതി മേടിക്കില്ലേ, അതെന്ന് പറയുന്നത് സാധാരണ നമ്മുടെ പേപ്പർ വേറൊരു സ്ഥലത്ത് പോയി നോക്കുന്നു. ഇത് എക്സ്റ്റേണൽ ഇൻവിജിലേറ്റേഴ്സ് ആണെങ്കിൽ പോലും നമുക്ക് ആ ഒരു സമയത്ത് തന്നെ എത്ര മാർക്ക് കിട്ടുമെന്നൊരു കൃത്യമായിട്ടുള്ള ധാരണ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നമുക്ക് അറിയാവുന്നത് അവിടെ പോയി ചെയ്യുന്നു, നമ്മുടെ റെക്കോർഡ് അവിടെ സബ്മിറ്റ് ചെയ്യുന്നു. അത് നിങ്ങൾക്ക് കുറച്ചുകൂടി കഴിയുമ്പോൾ ടീച്ചേഴ്സ് തന്നെ ഒരു മാർഗ്ഗനിർദ്ദേശം തരും. അപ്പോൾ ഈ എക്സ്ട്രാ വരുന്ന മാർക്ക് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഈസി ആയിട്ട് കിട്ടും. അത് കിട്ടിക്കഴിഞ്ഞാൽ പിന്നീട് വരുന്നത് നിങ്ങളുടെ തിയറി പാർട്ടാണ്. അതായത് എക്സ്ട്രാ മാർക്ക് പ്രാക്ടിക്കലിലൂടെ നിങ്ങൾക്ക് ഈസി ആയിട്ട് കിട്ടുന്നു. പിന്നെ വരുന്നത് തിയറിയാണ്. ഈ തിയറിക്ക് നിങ്ങൾ ഇപ്പോഴേ ഇമ്പോർട്ടൻസ് കൊടുത്തു കഴിഞ്ഞാൽ അത് ക്രാക്ക് ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ്. അത് 2 തരത്തിലാണ്. ഒന്ന്, മോഡറേറ്റ് ആയിട്ട് പഠിച്ചാൽ മതി. അതായത് +1 നല്ല മാർക്കൊക്കെ ഉണ്ടെങ്കിൽ അത്ര സ്ട്രെസ് കൊടുക്കാതെ മോഡറേറ്റ് ആയിട്ട് പഠിക്കുക. നിങ്ങളുടെ അംബീഷ്യസ് മാർക്ക് എന്ന് പറയുന്നത് കൂടുതലാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഇൻറ്റൻസ് എഫക്റ്റ് തന്നെ ഇടണം. അല്ലെങ്കിൽ വേറൊരു കാര്യം എന്ന് പറയുന്നത്, മാർക്ക് കുറവാണെങ്കിൽ +2 അതാത് സബ്ജക്റ്റുകൾക്ക് നിങ്ങൾക്ക് ഇപ്പോഴേ കൃത്യമായിട്ടുള്ള ധാരണയോട് കൂടി ഇൻറ്റൻസിയോട് കൂടി പഠിക്കാം. അതോടൊപ്പം തന്നെ ഒരു നവംബറൊക്കെ കഴിയുമ്പോൾ നിങ്ങൾ ഈ +1 ടോപ്പിക്സ് കൂടെ പഠിച്ചു പോകണം എന്നുള്ളതാണ്. അങ്ങനെയാണ് എങ്കിൽ ഈ 2 കാര്യങ്ങളും ഒരേ ബാലൻസോട് കൂടി കൊണ്ടുപോയിട്ട് കൃത്യമായിട്ടുള്ള ഇടവേളകളിൽ വരുന്ന പരീക്ഷകളിൽ നിങ്ങൾക്ക് എത്രത്തോളം നിലവാരമുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങൾക്ക് ഈ ഒരു പൊതു പരീക്ഷയെ സമീപിക്കാൻ കഴിയും എന്നുള്ള ഒരു ഉറച്ച വിശ്വാസം, ആത്മവിശ്വാസം നിങ്ങൾക്ക് ഉണ്ടാവണം ഇപ്പോൾ തന്നെ. അപ്പോൾ ഈ പ്രാക്ടിക്കലിൻ്റെ കാര്യം പറഞ്ഞത് നിങ്ങൾ മറക്കണ്ട. അതുപോലെ CE മാർക്കുകൾ വരുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ എത്രത്തോളം ലഘൂകരിക്കാൻ പറ്റുമോ, സിംപ്ലിഫൈഡ് വെർഷൻസ് വെച്ചിട്ട് നമ്മുടെ തിയറി കോൺസെൻട്രേറ്റ് ചെയ്ത് കൺസെപ്ഷ്യൽ ക്ലാരിറ്റിയോട് കൂടി. ഇപ്പോൾ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ മാർക്ക് കിട്ടാൻ വേണ്ടി ലൈവ് കണ്ടും പ്രഡിക്ഷൻ കണ്ടും ഒക്കെ നിങ്ങൾ പഠിക്കും. അത് കഴിഞ്ഞിട്ട് നീറ്റും കീമും ഒക്കെ വരുമ്പോൾ കൺസെപ്റ്റ് ക്ലിയർ അല്ല എങ്കിൽ നിങ്ങൾക്ക് അവിടെ പണി കിട്ടും. അപ്പോൾ ഇപ്പോഴേ അതിനുള്ളൊരു സമയമാണ്. പിന്നീട് റിഗ്രറ്റ് അടിക്കരുത്. എന്തായാലും മറ്റൊരു വീഡിയോ ആയിട്ട് കാണാൻ തൽക്കാലം നിർത്തുന്നു.